ഓട്ടോക്കാരൻ്റെ അച്ചായത്തി പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 5. ആരാ അമ്മേ അപ്പുറത്ത് വന്നത്? കണ്ടിട്ട് ആലുങ്കക്കാരെ പോലെ ഉണ്ടല്ലോ. ഉച്ചയൂണിനായി വീട്ടിലേക്ക് വന്ന രഞ്ജൻ ഓട്ടോയിൽ നിന്നിറങ്ങിയ ഉടനെ കുമാരിയോട് തിരക്കി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ എമിയുടെ വീടിന് മുൻപിൽ നിരത്തിയിട്ടിരിക്കുന്ന ആലുങ്കലെ കാറിലേക്കായിരുന്നു. സേവിയറും അവൻ്റെ വീട്ടുകാരും കൊച്ചിനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അവിടെ എന്ത് നടക്കുന്നതെന്നറിയാതെ ഞാനങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു. അവർ മുറ്റത്തു നിന്നും വീടിനുള്ളിലേക്ക് കയറാതെ മടിച്ചു നിന്നു. ആ, അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് എമിയുടെ മുറിയുടെ വശത്തുള്ള ജനലിലേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞു. അകത്ത് നടക്കുന്ന എന്തെന്നറിയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പെണ്ണുങ്ങളുടെ ആരുടെയൊക്കെയോ ശബ്ദങ്ങളും ചിരിയും അവളുടെ മുറിയിൽ നിന്നും അവൻ കേട്ടു. എന്തായാലും വഴക്കൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത തന്നെ രഞ്ജനെ ആശ്വാസം കൊള്ളിക്കാൻ പോകുന്ന രീതിയിലുള്ളതായിരുന്നു. എങ്കിലും വീടിന് മുൻപിൽ കെട്ടിയിട്ടിരിക്കുന്ന കൊച്ചു തിണയിലേക്കായി അവൻ പടഞ്ഞിരുന്നു. അമ്മേ, ഇത്തിരി വെള്ളം കൊണ്ടുവാ. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. സമയം ഒരുപാടായില്ലേ മോനെ, അമ്മ ചോറ് വിളമ്പിത്തരാം. അവർ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ തുനിഞ്ഞതും അവൻ കൈ ഉയർത്തി ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ തടഞ്ഞു. വെള്ളം മാത്രം മതി. അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള വ്യഗ്രത അവനിൽ ആവോളം ഉണ്ടായിരുന്ന ആ നേരം. ഇന്നടാ, കുടിക്ക്. അകത്തേക്ക് പോയ കുമാരി നിമിഷ നേരം കൊണ്ട് കയ്യിലൊരു മൊന്ത വെള്ളവുമായി തിരിച്ചെത്തി. ആനിയമ്മ ഉണ്ടോ അവിടെ? കാലിയായ പാത്രം അമ്മയുടെ കയ്യിലേക്കായി കൊടുത്തിട്ട് രഞ്ജൻ അന്വേഷിച്ചു. അവർ വരുന്നതിന് മുൻപ് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടിരുന്നു. ഉച്ചവെയിലിൻ്റെ കാഠിന്യം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവർ മകനരികിലായി തന്നെ ഇരിപ്പുറപ്പിച്ചു. വലിയ ഒച്ചപ്പാടൊന്നും അവിടുന്ന് കേട്ടില്ലല്ലോ അല്ലേ? അവൻ ആദിയോടെ തിരക്കി. ഇല്ല മോനെ, സേവറിൻ്റെ അമ്മ മേരിക്കുട്ടി വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. കുമാരി ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു. മുറ്റത്ത് കൊക്കിപ്പറക്കുന്ന തള്ളക്കോഴി 5-6 കുഞ്ഞുങ്ങളുടെയും അതിൻ്റെ ചിറകിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നത് കണ്ടു. ആനിയമ്മയാണ് രഞ്ജൻ അപ്പോൾ ഓർമ്മ വന്നത്. ഇതുപോലെയാവില്ലേ എമിയെയും അവരിപ്പോൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്? അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ആലോചനകളാൽ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. വീണ്ടും അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കാതോർത്തവൻ. പൊട്ടിച്ചിരികളുടെ ഒച്ചയല്ലാതെ വേറൊന്നും കേൾക്കുന്നില്ല. കലുഷിതമായ മനസ്സോടെ അവൻ വീടിൻ്റെ ഉമ്മറച്ചുവരിലേക്ക് ചാരിയിരുന്നു. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ എമിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളം വെമ്പുകയായിരുന്നപ്പോൾ. നമ്മുടെ സേവ്യറച്ചായൻ്റെ മുഖച്ഛായയാണല്ലേ. മേരിക്കുട്ടി പൊടിയുടെ കുഞ്ഞിക്കവളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടു. എങ്കിലും അവരുടെ കണ്ണുകൾ കുഞ്ഞിൻ്റെ മുഖമാകെ എന്തിനോ വേണ്ടി കൗശല ബുദ്ധിയോടെ പരതി നടന്നു. അതേ അമ്മച്ചി, ആ കണ്ണൊക്കെ അതുപോലെ തന്നെ. സേവ്യറിൻ്റെ അനിയൻ്റെ ഭാര്യ ഗ്ലോറിയാണ് അത് പറഞ്ഞത്. ആലുങ്കലെ പരേതനായ തോമസിനും മേരിക്കുട്ടിക്കും 2 മക്കളാണ്. മൂത്തവൻ സേവിയറും രണ്ടാമത്തവൻ ഐസക്കും. ഐസക്കും ഭാര്യ ഗ്ലോറി അവരുടെ 2 ആൺകുട്ടികളോടൊപ്പം ബാംഗ്ലൂരിലാണ് താമസം. ആലുങ്കക്കാരുടെ അവിടെയുള്ള ബിസിനസ് അവരിരുവരും കൂടിയാണ് നോക്കുന്നത്. ഇടയ്ക്കൊക്കെ എല്ലാവരെയും കാണാൻ നാട്ടിലേക്ക് വരുമെന്നൊഴിച്ചാൽ അധികം ഇവിടെ തങ്ങാറില്ല. എമി, മോളെ ഇങ്ങിതാ, ഞാനൊന്ന് എടുക്കട്ടെ. അവളുടെ അരികിലായിട്ട് കട്ടിലേക്ക് ഇരുന്നിട്ട് കുഞ്ഞിനായി ഗ്ലോറി കൈനീട്ടി. പൊടിയെ വളരെ ശ്രദ്ധയോടെ അവളുടെ മടിയിലേക്കാക്കി എമി വെച്ചു കൊടുത്തു. അച്ചോടാ പൊന്നുവേ, സുന്ദരിവാവേ. മോളെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന ഗ്ലോറിയെ എമി സങ്കടത്തോടെ നോക്കി. സ്വന്തം ഭർത്താവിൻ്റെ ചതി അറിയാതെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുവൾ. സ്വത്തും പണവും ഇട്ടു മൂടാനുണ്ടെങ്കിലും ആലിംഗ കുടുംബത്തിൽ മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ അത് ഗ്ലോറിക്ക് മാത്രമേ ഉള്ളൂ. ഐസക്കിൻ്റെ മുഖംമൂടി പല പ്രാവശ്യം അവൾക്ക് മുൻപിൽ പിച്ചി ചീന്തിയെറിയാൻ ശ്രമിച്ചെങ്കിലും മേരിക്കുട്ടിയുടെ ഒരു നോട്ടത്തിൽ പോലും താൻ പേടിക്കുമായിരുന്നു. ആലുങ്കലെ കുടുംബത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും അവസാന വാക്ക് ഇവരുടേതാണ്. ആടിനെ പട്ടിയാക്കാനും മാടിനെയൊക്കെ ആക്കാനും ആലുങ്കലെ മേരിക്കുട്ടിക്ക് ഒരു നിമിഷം മതി. എല്ലാം ശീലമാക്കിയ ഭർത്താവ് സേവ്യറിൻ്റെ ദിവസവുമുള്ള ഇതും കൂടി ആയപ്പോൾ സങ്കടങ്ങൾ പറഞ്ഞു ചായാൻ ഒരു താങ്ങുപോലും ഇല്ലാത്തവളായി താൻ. ചോറ് കാലായി, കൂട്ടാനൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോഴേക്കും എമിയുടെ മുറിയിലേക്ക് കടന്നു വന്ന ആനിയമ്മ പരുങ്ങലോടെ അവരെ ഊണിന് ക്ഷണിച്ചു.
പ്രതാപശാലിയായ കുടുംബക്കാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുമോ എന്നുള്ള ചളിപ്പും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മിന്നുകെട്ട് കഴിഞ്ഞ് ഒരിക്കൽ പോലും അവൻ ഈ വീട്ടിൽ വന്നിട്ട് ഇത്തിരി പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യം. അയ്യോ, ഞങ്ങൾ ഉണ്ടിട്ട ആനിയമ്മ വന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. കപടസ്നേഹത്താൽ പൊതിഞ്ഞ വാക്കുകൾ മേരിയമ്മയുടെ നാക്കിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. അതൊരു തരത്തിൽ അവർക്കും ആശ്വാസമായിരുന്നു. എമിയുടെ ദയനീയമായ നോട്ടം അവരിലേക്ക് പാറി വീണപ്പോൾ മറുത്തൊന്നും പറയാതെ തന്നെ ആനിയമ്മ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇച്ചായ, കുഞ്ഞിനെ എടുക്കണില്ലേ? ഹാളിലിരുന്ന ഐസക്കിനെ എമിയുടെ മുറിയിലിരുന്നു കൊണ്ട് തന്നെ ഗ്ലോറി അകത്തേക്ക് വിളിച്ചു. വല്ലാത്തൊരു ചിരിയോടെ അയാൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഐസക്കിനെ കണ്ടപ്പോഴേക്കും ബെഡിലിരുന്ന് എമി എഴുന്നേറ്റ് മുറിയുടെ മൂലയിലേക്ക് മാറി നിന്നു. അയ്യോ, മോൾ അവിടെ ഇരുന്നോ? ഒന്നാമത്തെ ബെഡ് റെസ്റ്റ് അല്ലേ? എമിയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. അവൾ ആ നോട്ടത്തിൽ വല്ലാതെ ചൂഴ്ന്നുപോയി. വാടാ മുത്തേ. ഗ്ലോറിയുടെ കൈകളിൽ നിന്നും മോളെ വാങ്ങിക്കൊണ്ട് അയാൾ പുന്നരിച്ചു. എന്ത് ക്യൂട്ടാണ് ഇച്ചായ മോള്. ദേ നോക്കിയേ, അവളുടെ കവിളിലൊരു വലിയ കറുത്ത മറുക്. ഇച്ചായൻ്റേതുപോലെ തന്നെ. സ്വന്തം ഭാര്യയുടെ ആ സംസാരത്തിൽ അയാളൊന്ന് വിളറി. ടെൻഷൻ കൊണ്ട് നെറ്റിയുടെ ഇരുവശങ്ങളിൽ നിന്നും വിയർപ്പ് ചാലുകൾ ഒഴുകുവാൻ തുടങ്ങി. തൻ്റെ കവിളിലെ പോലുള്ള മറുക് ഈ കൊച്ചിനും കിട്ടിയെന്ന് വെച്ചാൽ ഇത് തൻ്റെ കുട്ടിയായിരിക്കുമോ എന്ന് ഐസക്കിന് പേടി തോന്നി. ആലിങ്കലെ കൊച്ചുങ്ങൾക്കേ കൊച്ചച്ചന്മാരുടെയും അമ്മാച്ചന്മാരുടെയും ഒക്കെ സാമ്യങ്ങളുണ്ടാവുന്ന പുത്തരിയല്ല. പെട്ടെന്ന് മേരിക്കുട്ടിയുടെ ഒച്ച അവിടെ ഉയർന്നു. പിടിവള്ളി കിട്ടാൻ കാത്തിരുന്ന ആ മകന് അതൊരാശ്വാസമായിരുന്നു. ആയിരിക്കും അമ്മച്ചി, എന്നാലും ഇത്ര സാമ്യം ഞാൻ ആർക്കും കണ്ടിട്ടില്ല. ഗ്ലോറി ചിരിച്ചു. ആ, ഒന്നാക്കിയതുപോലെ മേരിക്കുട്ടി ഒന്ന് മൂളി. ഇച്ചായ സൂക്ഷിച്ചു പിടിക്കണേ. സ്വതവേ പെൺകുഞ്ഞുങ്ങളോട് ഇഷ്ടമുള്ള ഗ്ലോറിയുടെ കരുതലോടെയുള്ള വാക്കുകൾ. നീ ഇതിനെ ഒന്ന് പിടിച്ചേ, എനിക്ക് പറ്റുന്നില്ല. ഉടൻ തന്നെ ഭാര്യയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് അയാൾ വെപ്രാളത്തോടെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അത് കണ്ടത് എമിയുടെ ചുണ്ടുകളിൽ പുച്ഛത്തോടെയുള്ള ഒരു ചിരി വിടർന്നു. മേരിക്കുട്ടി അത് വ്യക്തമായി കണ്ടു. ആനിയമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. മകൻ്റെ പിറകെ പുറത്തേക്ക് വന്ന മേരിക്കുട്ടി അടുക്കളയിലേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞു. അവരുടെ സംസാരം കേട്ടതിനാൽ ആനിയമ്മ വേഗത്തിൽ അടുക്കളവാതിലിനോട് ചേർന്ന് വന്ന് നിന്നു. സേവിയറിനോട് എന്തൊക്കെയോ വഴക്കിട്ടിട്ടാണ് എമി ഇങ്ങോട്ടേക്ക് വന്നത്. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയും എന്നൊക്കെ ഇരിക്കും. അതിങ്ങനെ ഇറങ്ങിപ്പോവുകയാണോ വേണ്ടത്? അവൾ അങ്ങോട്ടേക്ക് ചെന്ന് മാപ്പ് പറഞ്ഞാലേ ഇവളെ സ്വീകരിക്കുമെന്നും പറഞ്ഞാണ് ഒരുത്തൻ അവിടെ ഇരിക്കുന്നത്. പറഞ്ഞിട്ട് അവർ തിക്കും മൂക്കും നോക്കി. മുറിയുടെ വാതിൽക്കൽ വരെ വന്നു നിന്ന ഗ്ലോറി എമിയുടെ നേർക്ക് നോക്കി ഒരു വിടർന്ന സ്ഥിതി സമ്മാനിച്ചു. മാത്തുക്കുട്ടിയോട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞേക്ക്. 90 കഴിയുമ്പോഴേക്കും പെണ്ണിനെയും കൊച്ചിനെയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കാം. പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നമ്മൾ വീട്ടുകാർ വേണ്ടേ മുൻകൈ എടുക്കാൻ? എമിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവർ ഇത്തിരി ഉച്ചത്തിൽ തന്നെ മുറുമുറുത്തു. ശിരസം നനയ്ക്ക് ആനിയമ്മ സമ്മതം അറിയിച്ചു. എമി നോക്കിക്കാണുകനായിരുന്നു തൻ്റെ അമ്മായിയമ്മയുടെ ഭാവഭേദങ്ങൾ. എത്ര ഭംഗിയായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. ആ വീട്ടിൽ തന്നെ ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ച സ്ത്രീയാണ്. തൻ്റെ ഇളയ മകൻ്റെ കൊള്ളരുതായ്മകൾ പറഞ്ഞപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ തൻ്റെ കുടുംബത്തെ മുച്ചൂടും ചെയ്യുമെന്ന് പറഞ്ഞു ആളാണ്. ഒടുവിൽ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ തന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ ഈ നാട്ടുകാരോട് പറഞ്ഞു പരത്തിയത് ആളാണ്. എമിക്ക് അവരോട് ഒരേ സമയം അറപ്പും വെറുപ്പും തോന്നി. ആട്ടിൻ തോലിട്ട ചെന്നായ. അവൾ മനസ്സിൽ പിറുപിറുത്തു. അമ്മേ. കോളേജിൽ നിന്ന് വന്ന ഉടനെ തന്നെ ചിത്തിര അടുക്കളയിലേക്കാണ് ഓടിക്കയറി ചെന്നത്. എന്താടി കിടന്ന് വിളിച്ചു പോകുന്നേ? ഇഡലിക്കുട്ടകത്തിൽ നിന്നും ആവി പറക്കുന്ന ഇലയുടെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ടവർ ചോദിച്ചു. ഇന്ന് എമിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ? ആ, വന്നിരുന്നു. ആലിങ്കക്കാർ. കുട്ടകം മൂടി വെച്ച് അടിയടത്ത പാത്രം അടുക്കളയുടെ മൂലയിൽ ഇട്ടിരിക്കുന്ന മേശമേലായിട്ട് കൊണ്ടുവച്ചവർ. എന്തിന്? അവളുടെ ചോദ്യത്തിൽ ഈർഷ ഉണ്ടായിരുന്നു. കൊച്ചിനെ കാണാൻ വന്നതെന്നാ ആനിയമ്മ പറഞ്ഞ്. അടച്ചു വെച്ച സ്റ്റീൽ കപ്പിലേക്ക് ചൂട് കട്ടൻ ഒരു കുപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പ്ലേറ്റിന് മുന്നിലേക്ക് കുമാരി കൊണ്ടുപോയി വെച്ചു. വേറെ വല്ലതും പറഞ്ഞോ? ഇല്ലടി. അപ്പോഴേക്ക് ആ മാത്തുക്കുട്ടി വീട്ടിലേക്ക് വന്നു. പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ആ,
ചിത്തിരയൊന്ന് അമർത്തി മൂളി. അല്ല, നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞേ? കുമാരി അവളുടെ നേരെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഈ നാട്ടിൽ ഇനി അത് ആരാ അറിയാനുള്ളേ? ബസ് ഇറങ്ങിയിടം തൊട്ട് ഓരോരുത്തർ പറഞ്ഞു കേട്ടതാ. അവൾ സങ്കടത്തോടെ പാതകത്തിലേക്ക് ചാരി നിന്നു. പോട്ടടി, നമ്മുടെ എമിയല്ലേ, അവളെക്കുറിച്ച് നിനക്കറിയാലോ. ആ, അതിന് അവളൊന്ന് ചെറുതായി മൂളി. നീ പോയി കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് വാ പെണ്ണെ, ദേ കഴിക്കാനെടുത്ത് വെച്ചിരിക്കുന്നു. ശാസനയോടെ അതും പറഞ്ഞിട്ട് കുമാരി പുറത്തേക്കിറങ്ങി. വീടിന് പിറകിലുള്ള ഷെഡിൽ വെച്ചിരിക്കുന്ന ചൂലും കെട്ടെടുത്ത് മുറ്റം മുഴുവൻ തൂത്തുവാരി തെങ്ങിന് തടത്തിൽ ചുവട്ടിൽ കൊണ്ടിട്ടവർ എമിയുടെ വീടിന് സൈഡിലുള്ള വേലിയുടെ അരികിലേക്ക് പോയി നിന്ന് അകത്തേക്ക് ഒന്ന് എത്തിക്കുത്തി നോക്കി. മാത്തുക്കുട്ടിയുടെ സംസാരം അകത്തു നിന്നും കേട്ടതും കുമാരി കിണറ്റിൻകരയിലേക്ക് പതിയെ നടന്നു. കയ്യും കാലും മുഖവും കഴുകി നേരെ വീടിനുള്ളിലേക്ക് കയറിയതും അവർ കണ്ടു ചിത്തിര പാത്രവും എടുത്തുകൊണ്ട് ഹാളിലിരുന്ന് കഴിക്കുന്നത്. കൂട്ടത്തിൽ ടി വി കാഴ്ചയും മുറ പോലെ നടക്കുന്നു. എടി, ഒച്ച ഒന്ന് കുറയ്ക്കടി, ഈ വീട്ടിൽ കേട്ടാൽ പോരെ, നാട്ടുകാർ മുഴുവൻ കേൾക്കണമെന്നുണ്ടോ? പെണ്ണിനോട് ചോദിച്ചിട്ടും കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കുമാരി തന്നെ റിമോട്ട് എടുത്ത് ഒച്ച കുറച്ച് വെച്ചു. അമ്മേ! ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെണ്ണൊന്ന് മുരടനക്കി. മനുഷ്യൻ ഇവിടെ ചെവിതല കേൾക്കണം, ഇത്രയും ഒച്ച കേട്ടാൽ മതി. അവസാന വാക്കെന്ന വണ്ണം പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് കയറിപ്പോയി. കുളിയും കഴിഞ്ഞ് വിളക്കും കൊളുത്തി ഉമ്മറത്തിരുന്ന് സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജൻ്റെ ഓട്ടം മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കുമാരി കണ്ടത്. അവൻ അകത്തേക്ക് വരുന്നത് കണ്ടതും തീരാറായ പ്രാർത്ഥന വേഗത്തിൽ ചൊല്ലിയിട്ട് വിളക്ക് തൊട്ട് തൊഴുതുകൊണ്ട് അവർ എഴുന്നേറ്റു. അവൾ എന്തേ അമ്മേ? കയ്യിലിരുന്ന സാധനങ്ങൾ അടങ്ങിയ സഞ്ചി കുമാരിക്ക് കൊടുത്തുകൊണ്ട് അവൻ ചിത്തിരയെ അന്വേഷിച്ചു. നാളെ ഏതോ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, അത് ചെയ്യുന്നതിൻ്റെ തിരക്കില. അതും വാങ്ങി അവർ അടുക്കളയിലേക്ക് നടന്നു. കുളിച്ചിട്ട് വന്നിട്ട് മതിയോ മോനെ കാപ്പി? അകത്ത് നിന്ന് അവർ വിളിച്ചു ചോദിച്ചു. തന്നേക്കമ്മേ, വല്ലാത്ത ക്ഷീണം. അതും പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ 2 ബട്ടണുകൾ അഴിച്ച് അത് കുറച്ച് പുറകിലേക്ക് കയറ്റി വെച്ചിട്ട് ഹാളിലെ ഫാനിൻ്റെ കീഴിനായി അവൻ ഇരുന്നു. അടവുണ്ടാക്കിയിട്ട് എടുക്കട്ടെ? കയ്യിലിരുന്ന ചൂട് കട്ടൻ അവന് നേർക്കായി നീട്ടിയവർ. വേണ്ടമ്മേ, കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം. കയ്യിൽ വാങ്ങിയ ഗ്ലാസിൻ്റെ വാക്ക് ചുണ്ടുകളിൽ മുട്ടിച്ച് രഞ്ജൻ. എന്തോ ഓർമ്മകളിൽ ഗ്ലാസ്സിലെ പാനീയം കാലിയായതുപോലും അവൻ അറിഞ്ഞില്ല. തീർന്ന കുപ്പി ഗ്ലാസ് അമ്മയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തിട്ട് അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ക്ഷീണിതനായി വല്ലാത്ത പിരിമുറുക്കത്തോടെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോകുന്ന മകനെ ഒട്ടൊരു നൊമ്പരത്തോടെ കുമാരി നോക്കി നിന്നു. രഞ്ജൻ്റെ മനസ്സിലെ ആദ്യം അറിയാവുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് തിരക്കുവാനും ആ അമ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എമി! വെളുപ്പിനെ കിണറ്റിൻകരയിൽ നിന്ന് മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ അവൾക്ക് ശബ്ദത്തിൻ്റെ ഉറവിടം മനസ്സിലാകുകയും ചെയ്തു. പരിചിതമായ ശബ്ദം. ഒരിക്കൽ ഹൃദയത്തിൽ പതിഞ്ഞു പോയ തൻ്റെ നിന്ന് മാത്രം നനച്ച ഒരുവൻ്റെ സ്വരം. രഞ്ജിയേട്ടൻ! അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. തോളിൽ കിടന്ന തോർത്തെടുത്തുകൊണ്ട് മുഖം ഒന്ന് തുടച്ചുകൊണ്ട് ആ വേലിയുടെ നേർക്ക് നോട്ടം പായിച്ചു പെണ്ണ്. എനിക്കൊന്ന് സംസാരിക്കണം. ഇത്തിരി ദേഷ്യത്തിലാണ് ആള്. മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളുമായി നിൽക്കുന്ന രഞ്ജിയേട്ടൻ്റെ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു. തന്നെ കാണുമ്പോൾ എപ്പോഴും സ്നേഹവും കരുതലും ആവോളം തിങ്ങി നിറഞ്ഞ ആ മുഖത്ത് ഇപ്പോൾ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ, ദേഷ്യമോ പരിഭവമോ സങ്കടമോ ഒക്കെ തിന്നു നിറഞ്ഞ ഒരു ഭാവം. എനിക്ക് അത് വിറച്ചുകൊണ്ടവൾ ചുറ്റിനും മിഴികളാൽ ഉഴറി. ആരെങ്കിലും കണ്ടാലോ? ഒരിക്കൽ പ്രണയിച്ചവർ എന്ന പേര് നാട് നീളെ ഉള്ളതുകൊണ്ട് അവൾക്ക് ചെറിയ ഭയം തോന്നി. നിന്റെ അപ്പൻ റബ്ബർ വെട്ടാൻ പോയി, അനിയത്തി കോളേജിലേക്കും. പേടി നിന്റെ മുഖത്ത് നിന്നും വായിച്ചതിനാലാവാം ഇത്തിരി ഉച്ചത്തിൽ തന്നെ ആളത് പറഞ്ഞത്. എന്നാൽ ആ മുഖത്തേക്ക് നോക്കുവാനോ ആളോട് സംസാരിക്കുവാനോ അവൾ താല്പര്യപ്പെട്ടില്ല. എമി, നിന്നോടാണ് പറഞ്ഞത് എനിക്കല്പം സംസാരിക്കാനുണ്ടെന്ന്. കട്ടായം പിടിച്ച് പറയുന്നവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ഞാൻ എങ്ങനെയൊക്കെയോ പെണ്ണ് വിറച്ചുകൊണ്ട് ചോദിച്ചു. എന്തെങ്ങനെയാന്ന്? ഉടനടി വേലിക്കൽ നിന്നും മറു ചോദ്യവും ഉണ്ടായി. അല്ല, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത്? ആ തണുത്ത അന്തരീക്ഷത്തിലും അവളുടെ ചുണ്ടിന് മുകളിൽ കുഞ്ഞു വിയർപ്പുതുള്ളികൾ നിറഞ്ഞു. ഉണ്ട്,
അതിന് ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? കാര്യമറിയാതെ കുറച്ചു നേരം എമ്മി വാ പൊളിച്ച് നിന്നുപോയി. രഞ്ജേട്ടൻ ഒരിക്കലും തന്നോട് ഇത്രയും പരുഷമായിട്ട് സംസാരിക്കുമായിരുന്നില്ല എന്നവൾ സങ്കടത്തോടെ മനസ്സിലോർത്തു. പൊടി എണീറ്റോ? അത് ചോദിക്കുമ്പോൾ മാത്രം രഞ്ജന്റെ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നത് എമ്മി ശ്രദ്ധിച്ചു. വെളുപ്പിനെ എണീറ്റിട്ട് വീണ്ടും ഇപ്പോൾ കിടന്നുറങ്ങി. അതിനു മാത്രം ആള് മറുപടിയായി ഒന്ന് മൂളി. പിന്നീട് കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. അവിടെ നിൽക്കണോ അതോ വീടിനകത്തേക്ക് പോകണോ എന്ന ആലോചന അവളിലുണ്ടായെങ്കിലും രഞ്ജന്റെ തീരുമാനം അറിയാനായി അവൾ കാത്തു. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും വേലിക്കൽ നിന്ന് ഒരു മറുപടിയും കിട്ടാഞ്ഞിട്ട് പെണ്ണ് മുഖമുയർത്തി നോക്കി. അപ്പോൾ കണ്ടു നെഞ്ചിൽ കൈകൾ പിണച്ചുകൊണ്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന രഞ്ജിയേട്ടനെ. ഒരു നിമിഷം പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിൽ വേലിയേറ്റം സൃഷ്ടിച്ചു. ആ നോട്ടത്തിൽ തളരുന്നത് പോലെ തോന്നി പെണ്ണിന്. വയ്യ, പഴയതിനൊന്നും താനിനി ഒരുക്കമല്ല. ആളിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് മുഖം കുനിച്ചു പിടിച്ചു. ഒരു നിമിഷം പോലും കഴിഞ്ഞില്ല. അതിനു മുൻപേ ഒരു സ്പർശം അവൾ കയ്യിലെറിഞ്ഞു. അവൾ പൊടുന്നനെ മുഖമുയർത്തി നോക്കി. രഞ്ജിയേട്ടൻ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കണ്ണുകളിൽ ഭീതി നിഴലിച്ചു. വാ. പറച്ചിലിനോടൊപ്പം തന്നെ അവളെയും വലിച്ചുകൊണ്ട് അവൻ വേലിയും കടന്ന് സ്വന്തം വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. രഞ്ജിയേട്ടാ, എന്താ ഇത്? വിട്. കുഴറിയെങ്കിലും അവളുടെ കയ്യിലെ പിടി അവൻ വിട്ടില്ല. ഒന്നും കൂടി മുറുക്ക തന്നെ പിടിച്ചു. അവളെയും വലിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിലകത്തു നിന്നും പൂട്ടിയപ്പോൾ ഹാളിലിരുന്ന കുമാരി അത് കണ്ട് ഒരു നിമിഷം സ്തബ്ധയായി വാ പൊളിച്ച് നിന്നുപോയി. എമി. ചുവരൽ ചാരി പേടിയോടെ നിൽക്കുന്നവളുടെ അരികിലേക്ക് രഞ്ജൻ ചുവടുകൾ വെച്ചു. എന്താ നിന്റെ പ്രശ്നം? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. മൗനമായിരുന്നു അവളുടെ മറുപടി. എമി, നിന്നോടോ ചോദിച്ചേ? ആ ദേഷ്യത്തിൽ അവളൊന്ന് ഞെട്ടി. ഒന്നുമില്ല. കാറ്റ് പോലൊരു ശബ്ദം പുറത്തേക്ക് വന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോ? അവൻ്റെ ശബ്ദം മുറുകിയിരുന്നു. അത് ഞാൻ. എമി മുഖമുയർത്തി. എന്താ നിനക്ക് പറ്റിയത്? ആലിംഗക്കാരിൽ നിന്നും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സേവിയറുമായി നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നീ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? തുടരെ രഞ്ജനിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. എമിയൊന്ന് തേങ്ങുകയല്ലാതെ ഉത്തരവൊന്നും നൽകിയില്ല. എമി, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. നിന്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറയാം, മറവേണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാത്തുക്കുട്ടി പറഞ്ഞ കണക്കും പ്രകാരം ഇനി 1.5 മാസം കൂടിയേ നിന്റെ മുൻപിലുള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകേണ്ടി വരും, രഞ്ജന ഓർമ്മിപ്പിച്ചു. എമിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഏങ്ങൽ ചീലുകളെ തൊണ്ടക്കുഴിയിൽ ഒളിപ്പിക്കാൻ അവൾക്ക് പറ്റാതെയായി. കല്യാണം കഴിഞ്ഞ ദിവസം തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ അവളുടെ കൺമുൻപിൽ തെളിഞ്ഞു വന്നു. ഓർമ്മകളുടെ തള്ളിക്കയറ്റത്തിൽ കണ്ണിൽ നിന്നുള്ള ഉറവ പൊട്ടിയൊഴുകി. സഹിക്കാൻ വയ്യാതെ അവൾ ഉച്ചത്തിൽ കരഞ്ഞുപോയി. തലയിൽ കയ്യും താങ്ങിക്കൊണ്ട് അവൾ ചുവരിലൂടെ ഊർന്നിറങ്ങി താഴെ തറയിലേക്കിരുന്നു. എമി. അവളുടെ അരികിലായി തന്നെ അവനും ചുവരിൽ ചാരിയിരുന്നു. ആ. ഏങ്ങലടിക്കിടയിൽ പെണ്ണൊന്ന് മൂളി. എന്താടി മോളെ? ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് രഞ്ജൻ്റെ തോളിലേക്ക് ചായുകയാണ് പെണ്ണ് ചെയ്തത്. അവളുടെ സങ്കടം രഞ്ജന് കണ്ടു നിൽക്കാനായില്ല. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉള്ളിലുള്ള നൊമ്പരങ്ങൾ പെയ്തൊഴിയിട്ടേ എന്ന് രഞ്ജൻ നിരച്ചിരിക്കണം. കുഞ്ഞോളെ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എമിയൊന്ന് ഓക്കെയായെന്ന് തോന്നിയതും അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി. ഇനി പറ, എൻ്റെ കുഞ്ഞോൾക്ക് എന്താ വിഷമം? ആ നെഞ്ചിലെ ചൂണേറ്റിരിക്കുമ്പോൾ ശാന്തമായിരുന്നു പെണ്ണിൻ്റെ മനസ്സ്. അവളുടെ നൊമ്പരങ്ങൾ കേൾക്കാനായി രഞ്ജൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സ്വന്തം അപ്പൻ ഇരട്ടി പ്രായമുള്ള ഒരുവന് കെട്ടിച്ചു കൊടുത്തത് തൊട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങിയ നിന്ന നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ വിശദീകരിച്ചു പെണ്ണ്. ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിൻ്റെ ഐസക്കിൽ നിന്നുള്ള ആ പ്രവർത്തനങ്ങൾ ആ പാവത്തിനെ ശാരീരികമായും മാനസികമായും തളർത്തിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും വരുന്ന ദിവസങ്ങളിലെല്ലാം അയാൾ അവളെ കൊടിയ രീതിയിലുള്ള വിധേയമാക്കിയിരുന്നു. എല്ലാം അടിച്ച് 4 കാലിൽ വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം ഭർത്താവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ സേവ്യർ കൂട്ടാക്കുമായിരുന്നില്ല. പോരാത്തതിന് സംശയം കൂടിയായപ്പോൾ പെണ്ണ് തളർന്നു. മേരിക്കുട്ടിയോട് ഒരിക്കൽ ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ ആണുങ്ങളായാൽ അങ്ങനെയൊക്കെയാ, നോക്കിയും കണ്ടും നിൽക്കണമെന്ന് പറഞ്ഞ് അവരതിനെ തഴഞ്ഞു കളഞ്ഞു.
ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് ആ വീട്ടിലുണ്ടായിരുന്നില്ല. സീവിയറിൻ്റെ ദിവസേനയുള്ള താങ്ങാനാവാതെ നിശബ്ദമായി കരയാനേ ആ പാവത്തിനായുള്ളൂ. എല്ലാം ഇട്ടെറിഞ്ഞു വരാൻ പോലും ആകാതെ, പുറം ലോകവുമായുള്ള ബന്ധമില്ലാതെ എമിയെ അവർ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. വല്ലപ്പോഴും വരുന്ന ഗ്ലോറി മാത്രമായിരുന്നു ആകെയുള്ള ആശ്വാസം. അവളോട് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പല പ്രാവശ്യം വിചാരിച്ചുവെങ്കിലും മേരിക്കുട്ടിയുടെ ഒരു നോട്ടത്തിൽ തളരുന്നവൾ വേറെ എന്ത് ചെയ്യുവാനാണ്? ഒടുവിൽ ഗർഭിണിയായതിനു ശേഷവും ഈ കാര്യങ്ങളൊക്കെ മുറ പോലെ തുടർന്നപ്പോഴാണ് വീട് വിട്ട് ഒളിച്ചോടുവാനുള്ള സാഹസത്തിന് പെണ്ണ് മുതിർന്നത് തന്നെ. നിറഗർഭിണിയൊന്നും ഓർക്കാതെ സേവിയർ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നു പെണ്ണിന്. എമി വെറും ഒരു വസ്തു മാത്രമായിരുന്നു അയാൾക്ക്. കാശ് കൊടുത്ത് വാങ്ങിയ ഒരു ടോയ്. മകൻ്റെ വൈകൃതങ്ങൾക്ക് ശമനമുണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു പെണ്ണിനെ കൊടുത്തതാണ് മേരിക്കുട്ടി. ആരും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ മാസം ഒരു നിശ്ചിത വിഹിതം മാത്തുക്കുട്ടിക്ക് കൊടുത്ത് അവരതിനെ ഭംഗിയായി മറച്ചു. സങ്കടങ്ങളെല്ലാം ഉള്ളിലടക്കി ഇത്രയും കാലം അവൾ ജീവിച്ചു. സ്വന്തം വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടി വരുമോ ഒരമ്മയാവാൻ ആവതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഇത്രയും ധൈര്യമെങ്കിലും അവൾ കാട്ടിയത്. പറഞ്ഞു നിർത്തുമ്പോൾ കാറൊഴിഞ്ഞ ആകാശം പോലെയായിരുന്നു അവളുടെ മനസ്സ്. രഞ്ജനോട് കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞപ്പോൾ അവൾക്കും നേരിയൊരാശ്വാസം തോന്നിയിരിക്കണം. പക്ഷേ ഇതെല്ലാം കേട്ടിരുന്ന രഞ്ജൻ്റെ ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകയുന്നത് മാത്രം അവൾ അറിഞ്ഞില്ല. തൻ്റെ പെണ്ണിനെ സങ്കടം കുടിപ്പിച്ചവരുടെയൊക്കെ മുഖങ്ങൾ അവൻ്റെ മുൻപിൽ ഓരോന്നായി തെളിഞ്ഞു വന്നു. അവൾ അനുഭവിച്ച ഓരോന്നും ഓർത്തപ്പോൾ സഹിക്കാനാവാതെ കണ്ണുകൾ ഇറുക്കി അടച്ചവൻ. പാവം, എന്തോരം അനുഭവിച്ചു. അവരിൽ നിന്നൊക്കെ തൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിക്കുവാൻ രഞ്ജൻ ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. കുറേ നിമിഷങ്ങൾ മൗനമായിട്ട് തന്നെ കടന്നുപോയി. എമി കരഞ്ഞു തളർന്ന ആവതില്ലാത്തവളെ പോലെ അങ്ങനെ തന്നെ ഇരുന്നു. കുഞ്ഞോളെ, അവൻ്റെ ഒരു വിളിയിലാണ് സ്ഥലകാലബോധം വന്നവളെ പോലെ അവൾ ഞെട്ടിയത്. ഉടൻ തന്നെ അവനിൽ നിന്ന് അടർന്നു മാറിയിരുന്നു പെണ്ണ്. ഇത്രയും നേരം അവനോട് ചേർന്നിരുന്നു എന്ന ചിന്ത പോലും അവളെ വല്ലാതാക്കി. വീട്ടിലേക്ക് പൊയ്ക്കോ. അത് പറയുമ്പോൾ പതിവിന് വിപരീതമായി അവൻ്റെ ശബ്ദം മുറുകിയിരുന്നു. ആ, ഒന്ന് മൂളിക്കൊണ്ട് അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാനുണ്ടാകും എന്ത് കാര്യത്തിനും കൂടെ. തൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുൻപിലുള്ള ഏതോ ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ട് പുലമ്പുന്നവനെ അവൾ ഒട്ടൊരു ഭയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. രഞ്ജേട്ടാ, അവൾ പേടിയോടുകൂടി വിളിച്ചു. പൊയ്ക്കോ. എന്തോ ചിന്തിച്ചുറപ്പിച്ച രീതിയിലായിരുന്നു അവൻ്റെ സംസാരം. അവളൊന്നും ഉരിയാടാതെ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് ആദിയോടെ കാത്തു നിൽക്കുന്ന കുമാരിയമ്മയെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു പെണ്ണ്. ശേഷം ആ വീടിൻ്റെ പടികൾ ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. രഞ്ജൻ്റെ ഭാവമാറ്റം മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിനുള്ളിൽ. താൻ കാരണം രഞ്ജിയേട്ടൻ എന്തെങ്കിലും ആപത്തുണ്ടാവുമോ എന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. വയ്യ രഞ്ജിയേട്ടാ, നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളുന്നത് പോലും ഞാൻ സഹിക്കില്ല. എമി കട്ടലിലേക്ക് കയറി കിടന്ന് ഉറങ്ങിക്കിടന്ന പൊടിയെ നെഞ്ചോട് ചേർത്ത്